പാലക്കാട് ഇപ്പോൾ മഴയൊക്കെ മാറി കേട്ടോ. ആകാശമൊക്കെ തെളിഞ്ഞു തുടങ്ങി. ടെറസിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ആകാശ കാഴ്ചയാണിത്. ഒരു വൈകുന്നേരം മോന് ഭയങ്കര ഇഷ്ടമാണ് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ എന്നെയും പിടിച്ചുകൊണ്ട് അവൻ ടെറസിൻ്റെ മുകളിലേക്ക് വന്നതാണ്. അവൻ എന്നിട്ട് ചുറ്റുമൊക്കെ ഇങ്ങനെ നോക്കി വെക്കുന്നുണ്ടായിരുന്നു. അവന് വൈകുന്നേരം ആ റോഡിൽ നിന്ന് വണ്ടികളൊക്കെ വരുന്ന സമയത്തുള്ള ലൈറ്റ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് അതിന് വേണ്ടിയിട്ടായിരിക്കും മുകളിൽ പോവാം. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ വീടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ പല പല സ്പോട്ടുകളുണ്ട്. കനാൽ വരമ്പത്തും ഇതുപോലെ ടെറസിൻ്റെ മുകളിലും. പിന്നെ ഇവിടെ ഒരു ഗാർഡനുണ്ട്, അവിടെയും ഞങ്ങൾ പോയി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. വെക്കേഷൻ ആയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നത് ഒരു പതിവായിട്ടോ. മുമ്പ് വെക്കേഷൻ ആക്ടിവിറ്റീസൊക്കെ മോന് കൊടുത്തിരുന്നു, പക്ഷെ ഇപ്പോൾ അവനതൊക്കെ ബോറടിച്ചു തുടങ്ങി. അപ്പോൾ വെക്കേഷൻ ആക്ടിവിറ്റിയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കലും അങ്ങനെയൊക്കെയാണ് ടൈം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള പുതിയ വഴികൾ. അപ്പോൾ പല്ലാങ്കുഴിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? പല്ലാങ്കുഴിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സ് പോലൊരു സാധനമാണ്. നമുക്ക് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കുഴികളൊക്കെ ഉള്ളൊരു ഇതാണ്. അത് നമ്മൾക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ പെൻസിലും ഉണ്ടോ ചോക്കും ഉണ്ടൊക്കെ നിലത്ത് വരച്ചിട്ടാണ് നമ്മൾ പല്ലാങ്കുഴി കളിക്കുന്നത്. കുറച്ച് നേരം അങ്ങനെയൊക്കെ കളിച്ചാൽ അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും മൈൻഡിനൊരു ആശ്വാസമാണ്, കുട്ടികൾക്ക് അതൊരു വലിയ റിലാക്സേഷനാണ്. ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴോ കൂട്ടി വെച്ചിരുന്ന മഞ്ചാടി കുരുക്കളാണ് കേട്ടോ, അതുകൊണ്ടാണ് കളറൊക്കെ ഡിമ്മായിരിക്കുന്നത്. ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അമ്മ ഒരു പൊതിയായിട്ട് വരുന്നത്. അനിയൻ മൈസൂർ പോയ സമയത്ത് വാങ്ങിച്ച മൈസൂർ പാക്കും പാൽഗോവയൊക്കെ ആയിരുന്നു അത് കേട്ടോ. അതിൻ്റെ പാക്കേജൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങ് ഇഷ്ടമായി. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ തുടങ്ങിയതും സഹായിക്കാമെന്നും പറഞ്ഞ് മക്കൾ രണ്ടാളും കൂടെ പിടിയും വലിയായി. അവസാനം എങ്ങനെയൊക്കെയോ അതങ്ങ് തുറന്നു. അതിൻ്റെ പാക്കേജ് നല്ല രസമുണ്ട്. ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അവരുടെ അടിപിടി കണ്ടപ്പോൾ എനിക്കത് എന്തോ എഡിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അതവിടെ ഇരിക്കട്ടെ, പിന്നീട് എപ്പോഴെങ്കിലും അവർ കാണുമ്പോൾ അത് അവർക്കൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ആദ്യം മൈസൂർ പാക്കായിരുന്നു. നമ്മളുടെ ഇവിടെയുള്ള മൈസൂർ പാക്ക് പോലെയല്ല, നല്ല പാലിടുമ്പോഴത്തേക്ക് അലിയുന്ന തരത്തിലുള്ളൊരു മൈസൂർ പാക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതും അമ്മ വേറൊരു സാധനം കൊണ്ട് വന്നു. ഇതൊരു പാൽഗോവയാണ്. ഇതും ഭയങ്കര എന്താ പറയുക, സെമി സോളിഡ് ആ ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു, കട്ടി ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് പാൽഗോവയാണ് കൂടുതൽ ഇഷ്ടമായത്, അതുകൊണ്ട് തന്നെ അത് വേഗം തീർന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.